PV അൻവറിന്റെ റോഡ് ഷോയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി റഹീസ് റഷീദ് ചേരുന്നുണ്ട്. ഏതായാലും പൊന്നാനിയിലും കടുത്ത മത്സരം തന്നെ നടക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ തോറ്റിട്ടുണ്ടെങ്കിൽ MLA പദം വരെ രാജിവെക്കുമെന്ന് കഴിഞ്ഞ ദിവസം PV അൻവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമായൊരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും PV അൻവറിന്റെ റോഡ് ഷോ പൊന്നാനിയിൽ പുരോഗമിക്കുകയാണ്. 20 മിനിറ്റിനകം തന്നെ സമാപനമാകുന്നതിന് മുന്നോടിയായുള്ള ആവേശത്തിലാണ് അണികളെല്ലാം ഉള്ളത്. റഹീസ് റഷീദിലേക്ക് പോവുകയാണ്. റഹീസ്, പൊന്നാനിയിൽ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലാണ് PV അൻവർ ഉള്ളത്. അദ്ദേഹം ഏറ്റവും അവസാനമായി അദ്ദേഹം വെക്കുന്ന ഒരു പ്രതീക്ഷ മഞ്ചേരി ആവർത്തിക്കും. KPA മജീദിനെ TK ഹംസ പരാജയപ്പെടുത്തിയ മഞ്ചേരി ആയിരിക്കും ഇത്തവണ പൊന്നാനിയിൽ ആവർത്തിക്കുക എന്നാണ് അവസാന ദിവസങ്ങളിൽ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം അന്നുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പൊന്നാനി മാറിയിരിക്കുകയാണ്. ആ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർ സ്വാഭാവികമായും സംസ്ഥാനത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ 2 സംസ്ഥാനങ്ങൾ ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും കോണി ചിഹ്നത്തിൽ കോൺഗ്രസിനെതിരെ ലീഗ് മത്സരിക്കുന്നു. അവിടെ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾ വെട്ടിവീഴ്ത്തുന്നു. കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി നൽകാൻ വോട്ട് നിൽക്കുന്നു. ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ET മുഹമ്മദ് ബഷീറാണ്. അദ്ദേഹമാണ് ചിഹ്നത്തിന് ഒപ്പിട്ട് കൊടുക്കേണ്ടത്. ആ ചിഹ്നത്തിന് ഒപ്പിട്ട് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ കോൺഗ്രസിനെ തകർക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ പൊന്നാനി മണ്ഡലത്തിലെ കോൺഗ്രസ്സുകാർ അത് തിരിച്ചറിയും. ഈ മഞ്ചേരിയിൽ അന്ന് സംഭവിച്ചത് പ്രത്യക്ഷത്തിൽ ലീഗിനൊപ്പം എന്നും നിൽക്കുന്ന ഒരു വിഭാഗമാണ് EK വിഭാഗം സുന്നികൾ. മഞ്ചേരിയിൽ അവർ പ്രത്യക്ഷത്തിൽ ലീഗിനൊപ്പമായിരുന്നു എന്ന് തോന്നലായിരുന്നു, പക്ഷേ വോട്ട് വന്നപ്പം അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കി. ആ ഒരു എഫക്റ്റ് പൊന്നാനിയിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കാരണം സുന്നികൾ പരസ്പരം AP വിഭാഗവും EK വിഭാഗവും വലിയൊരു വിഭാഗം ആളുകൾ അതിനെ യോജിപ്പാൻ ആഗ്രഹിക്കുന്നു. ആ യോജിപ്പിന് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉപയോഗിച്ചുകൊണ്ട് എന്നും തുരങ്കം വെച്ചിട്ടുള്ള ET മുഹമ്മദ് ബഷീറാണ് എന്ന ഒരു ചർച്ച EK വിഭാഗത്തിനിടയിലുണ്ട്. സ്വാഭാവികമായും അവരുടെ ഒരു ശത്രുവായിട്ട് അവർ കാണും. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലുത്. ഒരു സാധാരണക്കാരനായ EK സുന്നിൻ്റെ പ്രവർത്തകൻ എൻ്റെ അടുത്ത് പങ്കുവെച്ചത്, നിങ്ങളാണെങ്കിൽ എന്തെങ്കിലും നീതിപൂർവ്വം എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടും, അദ്ദേഹം ജയിച്ചിട്ട് ഞങ്ങൾക്ക് എന്താണ് കാര്യം എന്ന രീതിയിൽ സംസാരിക്കുന്നിടത്തേക്ക് EK സുന്നിയിലെ ആളുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു മാറ്റമാണല്ലോ. സ്വാഭാവികമായും AP വിഭാഗം എന്നും ഇടതുപക്ഷത്തെ പിന്തുണക്കുക, അവർ ശക്തമായി നമ്മൾ പിന്തുണക്കുന്നുണ്ട്, സഹായിക്കുന്നു. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി PV അൻവറിനോടൊപ്പമാണ് റഹീസ് റഷീദ് ഉണ്ടായിരുന്നത്.